നമസ്കാരം. സുന്ദരിക്കോത എന്നൊക്കെ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. ആരാണ് ഈ കോത എന്ന് പലപ്പോഴും നമ്മളത്ര ആലോചിച്ചിട്ടില്ല. കോത എന്ന് നമ്മുടെ നാട്ടിൽ സുപ്രസിദ്ധമായ ഒരു പേരായിരുന്നു പഴയ കാലത്ത്. തമിഴ്നാട്ടിലെ വൈഷ്ണവ ഭക്തരായ 12 ആഴ്വാർമാരിൽ ഒരാളായിരുന്നു ഗോദ അഥവാ കോതൈ നാച്ചിയാർ എന്ന് തമിഴ്നാട്ടിലെ വൈഷ്ണവ ഭക്തർ വിളിക്കുന്ന, ഒരുപക്ഷെ എല്ലാവർക്കും സുപരിചിതയായ ആണ്ടാൾ. ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തയായി ജീവിച്ച് ഒരു നാട്ടിലെ എല്ലാവരെയും ഭക്തിയുടെ മാർഗത്തിൽ സഞ്ചരിപ്പിച്ച് സ്വയം ഭഗവാനിൽ ആണ്ടുപോയവൾ, ഭക്തിയിൽ ആണ്ടുപോയവൾ ആണ്ടാൾ. ഇന്ന് ആ ആണ്ടാളെക്കുറിച്ച്, കോതയെക്കുറിച്ച് നമുക്ക് കേൾക്കാം. ശ്രീവില്ലിപുത്തൂരിൻ്റെ സ്വന്തം പെൺകൊടിയെക്കുറിച്ച് നമുക്ക് കേൾക്കാം. വൈഷ്ണവ ഭക്തരായ ആഴ്വാർമാർ 12 പേരായിരുന്നു. പൊയ്കയാഴ്വാർ, ഭൂതത്താഴ്വാർ, പേയാഴ്വാർ, തിരുമഴിസൈ ആഴ്വാർ, നമ്മാഴ്വാർ, മധുരകവി ആഴ്വാർ, കുലശേഖര ആഴ്വാർ, പെരിയാഴ്വാർ, ആണ്ടാൾ, തൊണ്ടരടിപ്പൊടി ആഴ്വാർ, തിരുപ്പാനാഴ്വാർ, തിരുമങ്കയാഴ്വാർ എന്നിവരായിരുന്നു അവർ. അതിൽ 8ാമത്തെ ആഴ്വാറായിരുന്നു പെരിയാഴ്വാർ. ഇന്നത്തെ തമിഴ്നാട്ടിൽ വിരുദുനഗർ ജില്ലയിൽ ഉൾപ്പെടുന്ന പ്രദേശമാണ് ശ്രീവില്ലിപുത്തൂർ. ശ്രീവില്ലിപുത്തൂരിൽ ഭഗവാൻ വടപത്രശായിയായി കുടികൊള്ളുന്നു. ശ്രീവില്ലിപുത്തൂരിൻ്റെ ഐതിഹ്യത്തിൽ പണ്ട് വില്ലി എന്നും കണ്ടനെന്നും 2 ദുഷ്ടർ, അവർക്ക് ഒരു ശാപനിമിത്തം ഭൂമിയിൽ വന്ന് ജനിക്കേണ്ടി വന്നതാണ്. അതിൽ കണ്ടൻ എന്ന ഒരുവൻ നായാട്ടിന് പോയ സമയത്ത് മൃഗങ്ങളുടെ ആക്രമണത്തിൽ മരിച്ചുപോയി. ഒറ്റയ്ക്കായിപ്പോയ വില്ലി വല്ലാതെ ദുഃഖിച്ചു. ആ സമയത്ത് ഭഗവാൻ തന്നെ വില്ലിയുടെ അടുത്ത് വന്ന് വില്ലിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, വേണ്ട വിധത്തിൽ എന്നെ സേവിക്കാൻ ലോകർക്ക് സാധിക്കുന്ന വിധത്തിൽ നല്ലൊരു നഗരം ഇവിടെ ഉണ്ടാക്കുക. ആ വില്ലി ഭഗവാന്റെ നിർദ്ദേശപ്രകാരം സൃഷ്ടിച്ചെടുത്ത പ്രദേശമാണ് വില്ലിപുത്തൂർ. അവിടെ ഭഗവാൻ വലിയ വടവൃക്ഷത്തിന് ചുവട്ടിൽ വില്ലിയെ അനുഗ്രഹിച്ചുകൊണ്ട് ശയിക്കുന്ന രൂപത്തിൽ ഇന്നും ഭക്തജനങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട് വർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയുള്ള ദിവ്യമായ പ്രദേശമാണ് ശ്രീവില്ലിപുത്തൂർ. ശ്രീവില്ലിപുത്തൂർ എന്നതിലെ വില്ലിപുത്തൂർ, വില്ലി ഉണ്ടാക്കിയ നഗരമായതുകൊണ്ട് വില്ലിയും, പുത്തൂർ എന്ന് പറഞ്ഞാൽ വലിയ നഗരമാണ്, അത് നീണ്ട നഗരം അഥവാ വിസ്തൃതമായ നഗരം. പുത്തൂർ എന്ന് പറഞ്ഞാൽ പുതിയ നഗരം എന്നും അർത്ഥം പറയാം. ശ്രീ എന്നത് ആണ്ടാളെ സൂചിപ്പിക്കുന്നു. വില്ലിപുത്തൂരിൻ്റെ ശ്രീയായിട്ട് അവതരിച്ച ആണ്ടാൾ. അങ്ങനെ ശ്രീവില്ലിപുത്തൂർ എന്ന് ഇക്കാലത്ത് വില്ലിപുത്തൂരിന് പേര്. ഏതായാലും ഈ വില്ലിപുത്തൂരിലെ വടപത്രശായിയായ ഭഗവാനെ മാല കെട്ടി സേവിച്ചുകൊണ്ടിരുന്ന ഉത്തമ ഭക്തനായിരുന്നു പെരിയാഴ്വാർ. പെരിയാഴ്വാരും ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് കൃതികൾ എഴുതിയിട്ടുണ്ട്. അതിനാലാണ് അദ്ദേഹവും ആഴ്വാർമാരുടെ കൂട്ടത്തിൽ വളരെ ബഹുമാന്യനായിരിക്കുന്നത്. ആ ആഴ്വാർക്ക് മാല കെട്ടാനായി പൂക്കൾ ശേഖരിക്കാൻ വലിയ ഒരു ഉദ്യാനം തന്നെ ഉണ്ടായിരുന്നു. ആ ഉദ്യാനത്തിൽ വെച്ച് ഒരിക്കൽ പെരിയാഴ്വാർ ഒരു തുളസിച്ചെടിയുടെ കീഴിൽ വെച്ച് ഒരു പെൺകുഞ്ഞിനെ കാണുകയുണ്ടായി. ആ കുഞ്ഞിനെ വാരിയെടുത്ത് തൻ്റെ മകളെപ്പോലെ സ്നേഹിച്ച് ആഴ്വാർ വളർത്തി വലുതാക്കി. ആ പെൺകുട്ടിയാണ് കോതൈ അഥവാ ഗോദ എന്ന് വിളിക്കപ്പെടുന്ന ആണ്ടാൾ. പെരിയാഴ്വാർ കുട്ടിക്കാലം മുതൽക്ക് തന്നെ ഭഗവാനെക്കുറിച്ച് പറഞ്ഞ് ധാരാളം ഭഗവാന്റെ കഥകൾ കേൾപ്പിച്ച്
ആ കുട്ടിയെ വളർത്തി വലുതാക്കി. വടഭദ്രശായിയുടെ ക്ഷേത്രത്തിലെ തന്നെ സുന്ദരമായ മാധവിപ്പന്തൽ എന്ന ആ പന്തലിലാണ് ഈ പെൺകുട്ടി ഓടിക്കളിച്ച് വളർന്നത്. തൻ്റെ കൂട്ടുകാരികളോടൊപ്പം ഭഗവാനെക്കുറിച്ചിട്ടുള്ള ഓരോ വാർത്തകൾ ഓർമ്മിപ്പിക്കുന്ന കളികൾ കളിച്ചുകൊണ്ടാണ് ആ കുട്ടി വളർന്നു വലുതായത്. തന്നെ സ്വയം ഒരു ഗോപികയായും വടഭദ്രശായിയുടെ മന്ദിരമുള്ള ശ്രീവില്ലിപുത്തൂരിനെ വൃന്ദാവനമായും അമ്പാടിയായും ഒക്കെ കണക്കാക്കി തൻ്റെ കൂട്ടുകാരികളായ ഗോപിമാരോടുകൂടി ഭഗവാനെ തന്നെ ഭർത്താവായിട്ട് കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആണ്ടാൾ വർത്തിച്ചു. ആണ്ടാൾ എഴുതിയ തിരുപ്പാവൈ എന്ന കൃതിയും നാച്ചിയാർ തിരുമൊഴി എന്ന പ്രസിദ്ധമായ വാരണമായിരം എന്ന് തുടങ്ങുന്ന ഭഗവാൻ തന്നെ വേൾക്കുന്നതായ ആ രംഗം സ്വപ്നത്തിൽ ഓർത്തുകൊണ്ട് ആണ്ടാൾ എഴുതിയതായ കൃതി. ഈ രണ്ടും സുപ്രസിദ്ധവും സംഘത്തമിഴ് കൃതികളിൽ വെച്ച് ഏറ്റവും പ്രശസ്തമായതും ആഴ്വാർമാർ എല്ലാവരും എഴുതിയതായ ഭഗവാനെ കുറിക്കുന്നതായ പ്രബന്ധങ്ങൾ 4000. ആ 4000 ദിവ്യപ്രബന്ധങ്ങളെ ഒരു മാലയായി കണക്കാക്കിയാൽ അതിൻ്റെ നടുക്കുള്ള പതക്കമായിട്ടാണ് ആണ്ടാളുടെ കൃതികളെ ഭക്തജനങ്ങൾ കൊണ്ടാടുന്നത്. തിരുപ്പാവൈ 30 പാസുരങ്ങളാണ് ഉള്ളത്. 140-ലധികം പാസുരങ്ങൾ വാരണമായിരം എന്ന കൃതിയിലും ഉണ്ട്. ഇവ രണ്ടും ഭക്തിയുടെ മകുടോദാഹരണങ്ങളാണ്. നമ്മൾ ഭാഗവതത്തിൽ കേട്ടിട്ടുണ്ടല്ലോ, ദ്രാവിഡ ദേശത്താണ് ഭക്തി ജനിച്ചത് എന്ന്. ആണ്ടാളുടെ കൃതികൾ വായിക്കുന്ന ആർക്കും ആ വാക്ക് സത്യമാണ്, ഭക്തി ജനിച്ചത് ഈ ദ്രാവിഡ ദേശത്ത് തന്നെയാണ് എന്ന് ഉറപ്പിക്കാനായിട്ട് സാധിക്കും. കൂട്ടുകാരികളെ മാർഗഴി മാസത്തിൽ പ്രാതഃകാലത്ത് എഴുന്നേറ്റ് എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഈ മാർഗഴി മാസം ഒരു വ്രതാനുഷ്ഠാനമായിട്ട് കൊണ്ടു നടക്കണം എന്ന് ബോധിപ്പിക്കുകയും അവരെ എല്ലാവരെയും എഴുന്നേൽപ്പിക്കുകയും നമ്മുടെ ജീവിതം നാരായണനെ സേവിക്കാനുള്ളതാണ് എന്ന് ബോധിപ്പിക്കാനായിട്ട് അവരെ എല്ലാവരെയും കൂട്ടി നീരാട്ടിന് പുറപ്പെട്ട് അവിടെ ഈശ്വര സേവാപരങ്ങളായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് വിധിപ്രകാരം നിർദ്ദേശിക്കുകയും അതുകൊണ്ടുണ്ടാകുന്നതായ ഫലം എന്തെന്ന് ബോധിപ്പിക്കുകയും ചെയ്യുന്ന 30 പാസുരങ്ങൾ ഉൾപ്പെട്ടതാണ് മാർഗഴി തിങ്കൾ എന്നാരംഭിക്കുന്ന തിരുപ്പാവയിലെ ഓരോ പാസുരങ്ങൾ. ഈ പാസുരങ്ങൾ പഠിക്കാതെ കണ്ട് ഭൂമിയിൽ ജീവിക്കുന്ന ഒരുവൻ ഭൂമിക്ക് ഭാരമാണ് എന്ന് പോലും ഭക്തജനങ്ങൾ അഭിപ്രായപ്പെടുന്നു. ഭൂമിദേവിയുടെ തന്നെ അവതാരമാണ് ആണ്ടാൾ. പണ്ട് ഹിരണ്യാക്ഷൻ എന്ന അസുരൻ ഭൂമിയെ അപഹരിച്ചു കൊണ്ടുപോയി രസാതലത്തിൽ മുക്കിയതായ കഥ ഭാഗവതത്തിലുണ്ടല്ലോ. അന്ന് ഭൂമിദേവിയെ ഭഗവാൻ രക്ഷിച്ചപ്പോൾ ഭൂമിദേവിക്ക് താൻ ഭഗവാനാൽ രക്ഷിതയായതുകൊണ്ട് എന്നും ഇതുപോലെ ഭഗവാനെ സേവിക്കാറാവണം എന്നും തന്നെപ്പോലെ തന്നെ ധാരാളം ഭക്തജനങ്ങൾക്ക് ഭഗവാനെ സേവിക്കാൻ സാധിക്കണമെന്നും ഒരു മോഹം ഉണ്ടായി. ഭഗവാൻ ഭൂമിദേവിയോട് പറഞ്ഞു, ഭൂമിദേവി തന്നെ സേവിക്കുന്നത് പോലെ തന്നെ പൂക്കൾ കൊണ്ട് മാല ചാർത്തി പുഷ്പങ്ങൾ അർച്ചിച്ച് ഒക്കെ ആരാധിച്ചുകൊണ്ടും സുമനോഹരങ്ങളായ പദാവലികളെ കൊണ്ട് ഭഗവാനെ സ്തുതിച്ചുകൊണ്ടും ഹൃദയം കൊണ്ട് ഭഗവാനെ സ്മരിച്ചുകൊണ്ടും ആരാധിക്കാൻ പാകത്തിൽ ഒരു വഴി താൻ ഉണ്ടാക്കാം. ശ്രീവില്ലിപുത്തൂർ എന്ന ഗ്രാമത്തിൽ പെരിയാഴ്വാരുടെ പുത്രിയായിട്ട് ആണ്ടാളായിട്ട് ജനിക്കാനുള്ള നിയോഗം ഇങ്ങനെയാണ് ഭൂമിദേവിക്ക് ഭഗവാൻ അനുഗ്രഹിച്ചു കൊടുക്കുന്നത്. പെരിയാഴ്വാർ തൻ്റെ പുത്രിക്ക് തീർച്ചയായും ഭഗവാന്റെ കഥകൾ പറഞ്ഞു കൊടുത്തിട്ടായിരിക്കും വളർത്തിയിട്ടുണ്ടാവുക. ആ പെൺകുട്ടി ഭഗവാനോട് എന്തെന്നില്ലാത്ത ഒരടുപ്പം കുട്ടിക്കാലത്ത് തന്നെ സമ്പാദിച്ചിരുന്നു. ഭഗവാന് ചാർത്താനായി ആഴ്വാർ തയ്യാറാക്കുന്ന മാലകൾ വളരെ സുന്ദരങ്ങളായിരുന്നു. അത് ഭഗവാനെ അണിയിക്കുമ്പോൾ എത്ര മനോഹരമായിരിക്കും. ആ മാല താൻ അണിഞ്ഞാൽ ഭംഗിയുണ്ടാവുമോ എന്ന് നോക്കാൻ വേണ്ടി ആ പെൺകുട്ടി
അച്ഛനറിയാതെ ആ മാല കഴുത്തിൽ ചാർത്തി അടുത്തുള്ള കിണറ്റിൽ പോയി തലയേന്തി ഇങ്ങനെ നോക്കും, ഇത് സൗന്ദര്യമുള്ളതാണോ എന്ന്. ആ മാല അണിഞ്ഞു നോക്കുന്ന പ്രവൃത്തി കുറേ കാലം തുടർന്നു. പെരിയാഴ്വാർ ഇതറിഞ്ഞിട്ടില്ല. പക്ഷേ വളർന്നു വരുന്ന കാലത്ത് ഒരിക്കൽ എപ്പോഴോ ആ പെൺകുട്ടിക്ക് ഇഹലോക സൗഖ്യങ്ങളൊന്നും വേണ്ട എന്ന് തോന്നി. ഭഗവാന്റെ പ്രിയപ്പെട്ട പത്നിയായി തീർന്നാൽ മാത്രം മതി. പിന്നീട് ഓരോ നാളിലും ആ മാലയണിഞ്ഞു നോക്കുന്ന സമയത്ത് ഭഗവാന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന തനിക്ക് ഈ മാല ചേരുമോ, ഭഗവാന്റെ തൊട്ടടുത്ത് നിൽക്കാൻ താൻ യോഗ്യയാണോ എന്ന് നോക്കുന്ന ഒരു ഭാവത്തിലേക്ക് വളർന്നു. ഇതൊന്നും അറിയാതെയാണ് പെരിയാഴ്വാർ എല്ലാ ദിവസവും ആണ്ടാൾ ചാർത്തിയ മാല ഭഗവാന് സമർപ്പിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ യാദൃച്ഛികമായി ഒരു ദിവസം ഇത് പെരിയാഴ്വാർ അറിയാനിട വന്നു. അതോടുകൂടി എന്തെന്നില്ലാത്തതായ വിഷമവും ദേഷ്യവും എല്ലാം തോന്നിയ പെരിയാഴ്വാർ ആ പെൺകുട്ടിയോട് വല്ലാതെ ഓരോ വാക്കുകൾ പറഞ്ഞു തുടങ്ങി. എന്നാൽ താൻ നിത്യവും ഇത് ചെയ്യുമായിരുന്നു എന്നും ഇതിൽ ഭഗവാന് ഇതുകൊണ്ട് സന്തോഷമുണ്ടാവട്ടെ എന്ന് മാത്രമേ താൻ ഇച്ഛിച്ചിരുന്നുള്ളൂ എന്നും, ഭഗവാന് സൗന്ദര്യം ഉണ്ടാവുമോ, ഇതിങ്ങനെ ചാർത്തുന്ന സമയത്ത് എത്ര ഭംഗിയുണ്ടാവും എന്ന് കാണാനുള്ള ആഗ്രഹം കൊണ്ടും ഭഗവാനെ തന്നെ ഭർത്താവായിട്ട് കിട്ടണമെന്ന ആഗ്രഹം കൊണ്ടും മാത്രമാണ് താൻ ഇത് ചെയ്തത് എന്നും പെരിയാഴ്വാരോട് ആ പെൺകുട്ടി അന്ന് പറഞ്ഞു. ഏതായാലും ആ മാല കളഞ്ഞ് മറ്റൊരു മാല ഉണ്ടാക്കി അത് ഭഗവാന് കൊണ്ടുപോയി സമർപ്പിക്കുകയും ചെയ്തു. എന്നാൽ അന്ന് രാത്രി പെരിയാഴ്വാരുടെ സ്വപ്നത്തിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ആണ്ടാൾ ചാർത്തിയ മാല, കോതൈ ചാർത്തിയ മാല, അത് മാത്രം മതി എനിക്ക് ചാർത്താൻ, കോതൈ ചാർത്താത്ത മാല എനിക്ക് വേണ്ട എന്ന്. ഇത് തന്നെ ഭഗവാനെ സേവിക്കുന്ന ആ ചുറ്റും താമസിക്കുന്ന അർച്ചകരുടെ സ്വപ്നങ്ങളിലും ഭഗവാൻ ചെന്ന് പറയുകയുണ്ടായി. അന്നു മുതൽ ആണ്ടാൾ ചാർത്തിയ അഥവാ കോതൈ ചാർത്തിയ മാലയാണ് ഭഗവാന് ചാർത്തുന്നത്. അത് ഇന്നും തുടർന്നു പോരുന്നു. വടഭദ്രശായിയുടെ ക്ഷേത്രത്തിൽ ഇന്നും ആണ്ടാൾക്ക് ചാർത്തിയ മാല പിറ്റേ ദിവസം വടഭദ്രശായിയാകുന്ന ഭഗവാന്റെ ശിരസിൽ ചാർത്തുന്നതായിട്ട് ഇപ്പോഴും ഭക്തജനങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ചൂടിക്കൊടുത്ത മാല ഭഗവാന്, സ്വയം ചൂടിയ മാല ഭഗവാന് സമർപ്പിച്ചതുകൊണ്ട് ആണ്ടാൾക്ക് ചൂടിക്കൊടുത്ത ചുടർക്കൊടി എന്നൊരു പേരും വന്നിട്ടുണ്ട്. ഇത്രയും മനോഹരമായ ഒരു വ്യക്തിപരമായി ഭഗവാനോട് അടുപ്പം തോന്നിക്കുന്നതായ ഇത്തരം ഐതിഹ്യങ്ങളാണ് ദ്രാവിഡ ദേശത്തെ ഭക്തിയുടെ വൃദ്ധിയെ ഏറ്റവും സമ്പുഷ്ടമാക്കുന്ന ചില സംഗതികൾ. വിഷ്ണുചിത്തർ എന്നായിരുന്നു പെരിയാഴ്വാരുടെ മറ്റൊരു പേര്. കോതയെയും കൂട്ടി ഒരിക്കൽ പെരിയാഴ്വാർ മധുരയ്ക്ക് സമീപമുള്ള തിരുമാലിരുംചോലൈ കല്ലഴകരെ തൊഴാനായി പുറപ്പെട്ടു. അവിടെ ഭഗവാനെ കണ്ട കോതൈ തന്നെ ഭഗവാൻ വേൾക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു 100 വട്ടളം അല്ലെങ്കിൽ വലിയ ചരക്കുകളിൽ വെണ്ണയും അക്കാരവടിസലും നേർന്നു എന്നാണ് കഥ. നാറു നറും പൊഴിൽ മാലിരും ചോലയിൻ അമ്പിക്കിനാൻ 100 തടാവിൽ വെണ്ണை வாய் நேர்ந்து பராவி வைத்தேன் 100 தடா நிறைந்த அக்காரவடிசில் சொன்னேன் ഏറു തുരുവുടയാൻ ഇன்று വന്ന് ഇവൈ കൊള്ളുംകൊളോ എന്ന് നാച്ചിയാർ തിരുമൊഴിയിൽ ആണ്ടാൾ എഴുതിയിട്ടുണ്ട്. തന്നെ ഭഗവാൻ ഭർത്താവായി സ്വീകരിക്കണം എന്ന ആഗ്രഹം നിമിത്തമായി പ്രഭാതത്തിൽ എഴുന്നേറ്റാൽ കോലം വരയ്ക്കുമ്പോഴും കാണുന്ന കാഴ്ചകളിലെല്ലാത്തിലും ഭഗവാനെ കണ്ടുകൊണ്ട് ആ പെൺകുട്ടി വളർന്നു. ശംഖും ചക്രവും ഒക്കെ ആയിത്തീർന്നു വരയ്ക്കുന്ന കോലങ്ങളിൽ. കാണുന്ന പക്ഷികളോടും മൃഗങ്ങളോടും എല്ലാം തൻ്റെ ഈ ഇംഗിതം ഭഗവാനോട് അറിയിക്കണം എന്ന ദൂതയക്കലും പ്രാർത്ഥിക്കലുമായി. അങ്ങനെ വളർന്ന ആ പെൺകുട്ടി ഇങ്ങനെ ഒരു പ്രാർത്ഥന കല്ലഴകരോട് ചെയ്തു എങ്കിലും അത് ഭഗവാന് സമർപ്പിക്കാനുള്ള ഒരു യോഗം ആണ്ടാൾക്ക് ലഭിച്ചില്ല. പിന്നീട് അനേക കാലങ്ങൾക്ക് ശേഷം ഭഗവാന്റെ പ്രിയ ഭക്തനായ വൈഷ്ണവ സമ്പ്രദായ ആചാര്യനായ ശ്രീരാമാനുജർ ഈ
നാച്ചിയാർ തിരുമൊഴിയിലെ ഈ വാക്ക് ഇത് ആണ്ടാൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളാണ് അത് ചെയ്ത് മുഴുമിക്കേണ്ടത് എന്ന ഭാവത്തിൽ 100 തടാവിൽ വെണ്ണയും 100 തട അക്കാരവടിസലും കല്ലഴകർക്ക് നിവേദിക്കുകയുണ്ടായി. ഇത് തൻ്റെ നേതൃത്വത്തിൽ അവിടെ ചെയ്തിട്ടുണ്ട് എന്ന് വില്ലിപുത്തൂരിൽ വന്ന് ആണ്ടാളോട് അറിയിച്ചതായ സമയത്ത് ആണ്ടാൾ തൻ്റെ ഇംഗിതം ഒരു സഹോദരൻ്റെ സ്ഥാനത്ത് നിന്ന് വേണ്ടതുപോലെ നിർവഹിച്ച രാമാനുജാചാര്യരെ സഹോദരനെന്ന് അഭിസംബോധന ചെയ്തിട്ടുണ്ട്. അണ്ണാ എന്ന് സംബോധന ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് രാമാനുജാചാര്യർക്ക് ഗോദാഗ്രജൻ എന്നൊരു നാമധേയവും ഇതിനാൽ കൈവന്നിട്ടുണ്ട്. കാണുന്ന പക്ഷികളോടും കാണുന്ന മൃഗങ്ങളോടും എല്ലാം ഭഗവാന് ദൂത് പോകാനായിട്ട് നിർദ്ദേശിച്ചുകൊണ്ടിരുന്ന കോതയുടെ ഭഗവാനോടുള്ള ഉത്കടമായ പ്രണയം ഇത് ഒരുപക്ഷെ പെരിയാഴ്വാർ അറിഞ്ഞിരിക്കണം. ഒരിക്കൽ അദ്ദേഹം ആണ്ടാളോട് ചോദിച്ചു, വിവാഹം കഴിക്കാൻ പ്രായമായില്ലേ? ആരെയാണ് വിവാഹം കഴിക്കേണ്ടത്? ശ്രീരംഗനാഥനെ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് കോതൈ മറുപടിയും പറഞ്ഞു. ഭഗവാനെ ഭർത്താവായിട്ട് കിട്ടാൻ പണ്ട് ഗോപിമാർ കാത്യായനി വ്രതം അനുഷ്ഠിച്ചതിനെ പെരിയാഴ്വാർ കോതയ്ക്ക് ഉപദേശിച്ചു. അന്ന് ഗോപിമാർ കാത്യായനിയെ ഉപാസിച്ചതുപോലെ ഭഗവാനെ നേരിട്ട് ഉപാസിക്കാം എന്ന് കോതൈ തീരുമാനിച്ചു. അങ്ങനെ കോതൈ തൻ്റെ കൂട്ടുകാരികളെയും കൂട്ടി മാർഗഴി മാസക്കാലത്ത് വ്രതം അനുഷ്ഠിക്കാനായിട്ട് നിശ്ചയിക്കുകയാണ്. അങ്ങനെ മാർഗഴി വ്രതം ആരംഭിക്കാൻ മാർഗഴി മാസം തന്നെ തിരഞ്ഞെടുക്കാൻ ഒരു കാരണം ഉത്തരായനക്കാലമാണ്, അതിൻ്റെ തുടക്കമാണ്. മാസാനാം മാർഗശീർഷോഹം എന്ന ഭഗവാൻ താൻ തന്നെയാണ് മാർഗശീർഷം എന്ന മാസം എന്ന് പറഞ്ഞിട്ടും ഉള്ളതുകൊണ്ടും ദേവന്മാരുടെ പ്രഭാതക്കാലം ആയതുകൊണ്ടും ഏറ്റവും സാത്വികമായി ഭഗവാനെ ഉപാസിക്കാൻ പറ്റിയതായ സമയമാണ് മാർഗഴി. ആ മാർഗഴി മാസത്തിലെ പൂർണ്ണ ചന്ദ്രോദയം ഉണ്ടായതായ ഒരു നിശീധിനിയിലാണ് തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരികളെ ഗോപികമാരായി കണക്കാക്കി ശ്രീവില്ലിപുത്തൂരിനെ അമ്പാടിയായി കണക്കാക്കിക്കൊണ്ട് കോതൈ മാർഗഴി തിങ്കൾ മതി നിറൈന്ത നന്നാളാൽ നീരാട പോതുവേ പോതുമിനോ നേരിഴയേ എന്നിങ്ങനെ തിരുപ്പാവൈ ആലപിക്കുന്നു. ഇപ്രകാരം 30 നാൾ നീണ്ടുനിന്ന നീരാടൽ പ്രധാനമായിട്ടുള്ള ഈ വ്രതാനുഷ്ഠാനത്തിന് ശേഷം ഭർത്താവായി ഭഗവാൻ തന്നെ സ്വീകരിക്കാനായിട്ട് വരുന്നതായി കോതൈ സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങി. 1000കണക്കിന് ആനകളുള്ള വലിയ ഘോഷയാത്രയിൽ തന്നെ സ്വീകരിക്കാനായി ശ്രീരംഗനാഥൻ നേരിട്ട് എഴുന്നള്ളി വരുന്നതായി കോതൈ സ്വപ്നം കണ്ടു. ആ സ്വപ്നം അചിരേണ യാഥാർത്ഥ്യമായി തീർന്നു. ഭഗവാൻ തന്നെ കോതയെ പത്നിയായി സ്വീകരിക്കാനായി നേരിട്ട് എഴുന്നള്ളി വന്നു. ശ്രീരംഗനാഥൻ സ്വപ്നത്തിൽ ബോധിപ്പിച്ചതനുസരിച്ച് അതീവ സുന്ദരിയാക്കി തൻ്റെ പുത്രിയെ അണിയിച്ചൊരുക്കി വിഷ്ണുചിത്തർ വടവത്രശായിയുടെ ക്ഷേത്രത്തിന് സമീപത്തേക്ക് കൊണ്ടുചെന്നെത്തി. അവിടേക്ക് രംഗനാഥൻ നേരിട്ട് എഴുന്നള്ളി കോതയെ പാണിഗ്രഹണം ചെയ്തു. ഇന്നും ശ്രീവില്ലിപുത്തൂരിലെ ക്ഷേത്രത്തിൽ നാം ചെല്ലുമ്പോൾ ഭഗവാനെ രംഗമന്നാരായി രാജകീയ അലങ്കാരങ്ങളോടുകൂടി മണവാളനായിട്ടും മണവാട്ടിപ്പെണ്ണായി ആണ്ടാൾ കുറച്ച് ലജ്ജിച്ചുകൊണ്ട് തലതാഴ്ത്തി ഭഗവാന്റെ വലതു ഭാഗത്തായിട്ട് വിഷ്ണുചിത്തർ പെരിയാഴ്വാർ ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തൻ ഭഗവാന്റെ ഇടതുഭാഗത്തായിട്ടും നിൽക്കുന്നതായ ആ കാഴ്ചയാണ് ആണ്ടാൾ ക്ഷേത്രത്തിൽ കാണാൻ സാധിക്കുക. വടവത്രശായിയായ ഭഗവാന്റെ മന്ദിരത്തിൽ പെരിയാഴ്വാർക്ക് പ്രത്യേകം ശ്രീകോവിലും കൊടിമരം തുടങ്ങിയതായിട്ടുള്ള വിശേഷങ്ങളോട് കൂടിയിട്ടുള്ള ശ്രീകോവിലും ഒക്കെ ഉണ്ട്. വളരെ ബൃഹത്തായ വടവത്രശായിയുടെ ക്ഷേത്രം. ആ ക്ഷേത്രത്തിന് 2 നിലകളുണ്ട്. അതിൽ ഭൂനിരപ്പിലുള്ള നിലയിൽ നരസിംഹമൂർത്തിയും മുകളിലെ നിലയിലാണ് വടവത്രശായിയായ ഭഗവാന്റെ ശയിക്കുന്ന രൂപം ഉള്ളത്. അവിടെ ശ്രീദേവി ഭൂദേവി സമേതനായി പെരിയാഴ്വാരാൽ
ആരാധിക്കപ്പെടുന്നതായ ആ ഭഗവാൻ മറ്റനേകം നമ്മാഴ്വാർ, രാമാനുജാചാര്യർ തുടങ്ങിയതായ ഭക്തജനങ്ങളോടുകൂടി അവിടെ വർത്തിക്കുന്നു. അവിടെ തൊട്ടടുത്ത് തന്നെ ചക്രത്താഴ്വാർ അഥവാ സുദർശന ചക്രസ്വരൂപനായിരിക്കുന്ന ഭഗവാനും വർത്തിക്കുന്നു. ആണ്ടാളുടെ അനുഗ്രഹം ഉണ്ടായ ആ പ്രദേശം, ആ നന്ദവനം, പെരിയാഴ്വാരുടെ നന്ദവനവും എവിടെ നിന്നാണോ ആണ്ടാളെ കിട്ടിയത് ആ പ്രദേശവുമൊക്കെ ഭംഗിയായി അവിടെ സംരക്ഷിച്ചിട്ടുണ്ട്. ഒരു പൂങ്കാവനമായി തന്നെ അത് ഇന്നും സംരക്ഷിച്ചു വരുന്നുണ്ട്. ഇന്നും തമിഴ്നാട് ഭരണത്തിൻ്റെ ചിഹ്നമായിട്ട് ഉപയോഗിക്കുന്നത് ഈ ശ്രീവില്ലിപുത്തൂരിലെ വടവത്രശായി ക്ഷേത്രത്തിൻ്റെ വലിയ ഗോപുരത്തിൻ്റെ ചിത്രമാണ്. വളരെ ഭംഗിയുള്ള മനോഹരമായ ഒരു ക്ഷേത്രം. എല്ലാവരും ദർശിക്കേണ്ടതും ആണ്ടാളുടെ പോലെ ഒരു അകമഴിഞ്ഞ ഭക്തിഭാവം ഭഗവാനോട് നമുക്കെല്ലാവർക്കും ഉണ്ടാവേണ്ടതുമാണ്. കർക്കിടമാസത്തിലെ പൂരം നാളിൽ വിഷ്ണു ചിത്രക്ക് ആണ്ടാളെ തുളസിച്ചെടിയുടെ കീഴിൽ നിന്ന് ലഭിച്ചതായ ദിവസം ആണ്ടാളുടെ തിരുനക്ഷത്രമായി വലിയ ഉത്സവമായി ഇന്നും ശ്രീവില്ലിപുത്തൂരിൽ ആഘോഷിച്ചു വരുന്നു. ഏകദേശം 2 മാസം നീണ്ടു നിൽക്കുന്ന വളരെ വിസ്തൃതമായ രഥോത്സവവും ശ്രീവില്ലിപുത്തൂരിൽ കാണാൻ സാധിക്കും. വളരെ വലിയ ഒരു രഥമാണ് ശ്രീവില്ലിപുത്തൂരിലെ രഥം. ഏതായാലും എല്ലാവർക്കും ഒരിക്കൽ അവിടെ പോയി ഭഗവാനെ സേവിക്കാൻ സാധിക്കട്ടെ. 108 ദിവ്യദേശങ്ങളിൽ ഒന്നായ ഈ ദിവ്യമായ ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നത് തീർച്ചയായും നമുക്കെല്ലാവർക്കും ആനന്ദദായകമാണ്. ഇന്നും ആണ്ടാളുടെ കയ്യിൽ തൻ്റെ ആഗ്രഹം ഭഗവാനോട് അറിയിക്കാനായി ആണ്ടാൾ പറഞ്ഞയച്ച തത്ത, ആ തത്തക്കിളിയുടെ ഉപകാരം, തത്തക്കിളി ചെയ്തതായിട്ടുള്ള ഉപകാരത്തിൻ്റെ സ്മരണയ്ക്കായിക്കൊണ്ട് ഇന്നും ആണ്ടാൾ തൻ്റെ ഇടത് കയ്യിൽ ആ തത്തയെ പിടിച്ചുകൊണ്ടിരിക്കുന്നതായി കാണാം. ശ്രീമദ് ഭാഗവതം പറഞ്ഞതായ ശുകമഹർഷിയാകുന്ന തത്തയാണ് നമ്മെ ഭഗവാന്റെ അടുത്തേക്ക് നയിക്കുന്ന, ദൂതു പോകുന്ന തത്ത. നമുക്കും ഒരിക്കലും കയ്യിൽ നിന്ന് വെക്കാതെ കണ്ട് ഈ ശുകമഹർഷിയെ, ഭാഗവതമാകുന്ന അമൃത് നമുക്ക് പകർന്നു നൽകിയ ഭഗവാനെ തന്നെ നമുക്ക് തരുന്ന ഗുരുവായ ഈ കിളിയെ കയ്യിൽ നിന്നൊരിക്കലും താഴെ വയ്ക്കാതിരിക്കാം. എല്ലാവരെയും വടവത്രശായി അനുഗ്രഹിക്കട്ടെ. ആണ്ടാൾ തിരുവടികളെ ശരണം. Krishna, Krishna